It begins with the story of the young pregnant wife of one of the first firefighters who responded to the fire at Reactor 4 of the Chernobyl nuclear power plant and of a slow, untimely death. The voice recorded here is that of Lyudmila Ignatenko, wife of the deceased fireman Vasily Ignatenko. Okay, so ഈ ഒരു ശ്വേത്ലാന അലക്സിവിച്ചിൻ്റെ ഈ ഒരു ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ എക്സെപ്റ്റ് എന്ന് പറയുന്നത് റിയാക്ടർ 4-ൽ ഉണ്ടായിരുന്ന ആ ഫയർ ആദ്യമായിട്ട് ചെന്ന് ചെയ്ത ആളായിട്ടുള്ള ല്യൂഡ്മില ഇഗ്നാറ്റൻകോൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് കേട്ടെ. വാസ്ലി ഇഗ്നാറ്റൻകോ എന്ന ഫയർ ഫൈറ്റർ ആയിരുന്നു അത്. സോ വാസ്ലിയുടെ വൈഫായ ല്യൂഡ്മിലയുടെ ആണ് ആദ്യത്തെ എക്സെപ്റ്റ്. ഓക്കെ, now moving on to the next solitary human voice. Lyudmila Ignatenko, wife of deceased fireman Vasily Ignatenko, we were newlyweds. We still walked around holding hands even if we were just going to the store. I would say to him, I love you, but I didn't know then how much. I had no idea. We lived in the dormitory of the fire station where he worked. I always knew what was happening, where he was, how he was. One night I heard a noise. I looked out the window. He saw me, closed the window and go back to sleep. There is a fire at the reactor. I'll be back soon. I didn't see the explosion itself, just the flames. Everything was radiant, the whole sky. A tall flame and smoke. The heat was awful and he still hadn't come back. They went off just as they were in their shirt sleeves. No one told them. They had been called for a fire and that was it. 7 o'clock in the morning at 7, I was told. He was in the hospital. I ran over there, but the police had already encircled it and they weren't letting anyone through. Okay, so now I'll be reading the first each part and I'll be explaining all those things. Okay, so ഇതിൽ പറയുന്നത് ല്യൂഡ്മില ഇഗ്നാറ്റൻകോ is telling the experiences, her personal experience on that particular day the explosion took place. Okay, അവർ ന്യൂലി വെഡ്സ് ആയിരുന്നു, യങ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിരുന്നു. സോ അവരുടെ ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൻ്റെ ഒരു ഇതാണ് വി ഓൾവേസ് ഹോൾഡ് ഹാൻഡ്സ് ഈവൻ ഇഫ് വി വർ ജസ്റ്റ് ഗോയിങ് ടു ദ സ്റ്റോർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ന്യൂലി വെഡ്സ് ആയിരുന്നു. സോ ഒരു നൈറ്റിൽ സോ എവിടെയാണ് വർക്ക് ഉള്ളത്, അല്ലെങ്കിൽ ആ സമയത്ത് എവിടെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് അയാൾക്ക് സംഭവിക്കുന്നത്, ഐ മീൻ മോസ്റ്റ്ലി ഇഗ്നാറ്റൻകോ എവിടെയൊക്കെ പോകുന്നു, എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാം ആർക്കും അറിയാമായിരുന്നു. നമ്മളുടെ ല്യൂഡ്മില ഇഗ്നാറ്റൻകോയ്ക്ക് അറിയാമായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻ ദാറ്റ് നൈറ്റ് വാസ്, ഒരു നോയ്സ് കേട്ടു. സോ ആൾ പുറത്തേക്ക് നോക്കി, ഇവർ രണ്ടുപേരും നോക്കി. അയാൾ പറഞ്ഞു, ഐ മീൻ വാസിലി പറഞ്ഞു, ഉറങ്ങിക്കോളൂ, ഞാൻ വന്നോളാം, ഒരു ഫയർ റിയാക്ടറിൽ ഫയർ ഉണ്ടെന്ന്. സോ ഒരു എക്സ്പ്ലോഷൻ ആര് കണ്ടിട്ടില്ല, ഈ ല്യൂഡ്മില കണ്ടിട്ടില്ല. സോ കുറച്ച് ഫ്ലെയിംസും പിന്നെ റേഡിയൻ ആയിട്ടാണ് കാണുന്നത്, ഹോൾ സ്കൈ റേഡിയൻ. ഇപ്പം നമ്മൾ ഒരു വലിയ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വി കുഡ് സീ ദാറ്റ് ദ സ്കൈ വിൽ ബി ഓൾസോ റേഡിയേറ്റിംഗ് ദാറ്റ് ലൈറ്റ് ഇൻ ദ സ്കൈ, റൈറ്റ്? ഇഫ് ഇറ്റ് വിൽ ബി ബ്രൈറ്റ് റെഡ് ഓർ ബ്രൈറ്റ് യെല്ലോ കളർ ഇൻ ദ സ്കൈ, വി കുഡ് സീ ദാറ്റ് കളർ. ഓക്കെ, സോ ഈ ഒരു ടോൾ ഫ്ലെയിമും സ്മോക്കും മാത്രമേ ആര് കണ്ടിട്ടുള്ളൂ, ല്യൂഡ്മില കണ്ടിട്ടുള്ളൂ. ആൻഡ് ഹീറ്റ് വാസ് പവർഫുൾ ആൻഡ് ഹി സ്റ്റിൽ ഹാഡ് ഇൻ കം ബാക്ക്. സോ നിങ്ങൾക്കറിയാം ആ ഒരു ചൂട് വളരെയധികമായിരുന്നു. ആ ചൂട് സഹിക്കാൻ ഐ മീൻ ഈ ഡോർമിറ്ററിയിൽ വരെ എത്തുന്ന ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വാസിലി അടക്കം എല്ലാ ഫയർ ഫൈറ്റേഴ്സും അവരുടെ ഷർട്ട് സ്ലീവ്സ്, അതായത് വേറെ ഒരു എക്സ്ട്രാ സാധനങ്ങളോ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വേറെ ഒന്നും ഇടാതെ അതേപടിയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. ഓക്കെ, സോ ആ രാത്രി അങ്ങനെ പോയി. 7 o'clock മോർണിംഗ് ആയി. സോ സ്റ്റിൽ ഹീ ഈസ് ഇൻ ബാക്ക്. ആൻഡ് പിന്നീടാണ് അറിയുന്നത് ഹി വാസ് ഇൻ ഹോസ്പിറ്റൽ. ആൻഡ് അവിടെ നിന്ന് അവർ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേക്കും തന്നെ പോലീസ് മൊത്തമായിട്ട് ആ ഒരു ഏരിയ എൻസർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വർ നോട്ട് ലെറ്റിംഗ് എനിവൺ ഇൻ. അവിടെ ആരേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. Only ambulances, the policeman shouted. The ambulances are radioactive, stay away. I started looking for a friend. She was a doctor at that hospital. I grabbed her white coat when she came out of an ambulance. Get me inside. I can't, he's bad. They all are. I held on to her just to see him. All right, she said. Come with me just for 15 or 20 minutes. അപ്പോൾ ആംബുലൻസസിനെ മാത്രമേ എന്തിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഒരു ഡോക്ടർ, ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറെ തപ്പി അവരെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കൊന്ന്
കാണണം, ഐ ജസ്റ്റ് വോണ്ട് ടു സീ ഹിം, സോ പ്ലീസ് ലെറ്റ് മീ ഇൻസൈഡ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഷി റെഫ്യൂസ് ടു ഡു സോ, ബട്ട് ലേറ്റർ ഷി അലൗഡ് ഹെർ ഫോർ 15 or 20 minutes, and then she enters there, and I saw him. He was all swollen and puffed up. You could barely see his eyes. He needs milk, lots of milk, my friend said. They should drink at least 3 liters each, but he doesn't like milk. He'll drink it now. Many of the doctors and nurses in that hospital, and especially the orderlies, would get sick themselves and die, but we didn't know that then. At 10, the cameraman Shishanok died. He was the first. I said to my husband, Vasenka, what should I do? Get out of here, go, you have our child. I was pregnant, but how could I leave him? He was saying to me, go, leave, save the baby. First I need to bring you some milk, then we will decide what to do. My friend Tanya Kibanov came running in. Her husband was in the same room. Her father was with her. He had a car. We got in and drove to the nearest village. അപ്പോൾ ആളെ കണ്ടു, സോ വാസലീനെ കണ്ടു, ആൻഡ് ഷി കോൾസ് വാസ്ലി വാസെങ്ക. വാസെങ്ക എന്നാണ് സ്നേഹത്തോടെ ആരെ വിളിക്കാറ്? വാസ്ലി ഇഗ്നാറ്റൻകോനെ ലൂഡ്മില ഇഗ്നാറ്റൻകോ വിളിച്ചിരുന്നത്. ഓക്കെ, സോ ഒരുപാട് മിൽക്ക് വേണം, അറ്റ്ലീസ്റ്റ് 3 ലിറ്റർ മിൽക്ക് ഓരോ ആളുകളും കുടിക്കണമെന്നായിരുന്നു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. ആൻഡ് അഗെയിൻ യു കുഡ് സീ ദാറ്റ് ദ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എൻ്റർ ദെയർ ബോഡി ആൻഡ് ദേ വർ പഫ്ഡ് അപ്പ്. അപ്പം ഒരു പൊള്ളുന്ന പോലെ